വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് മേജർ 2 ആണ്, എവല്യൂഷൻ ഓഫ് എക്കണോമിക് തിയറീസ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെറിയൊരു ഇൻഫോർമേഷൻ തരാനുണ്ട്. അപ്പോൾ തേർഡ് സെമ്മിലെ മേജർ 1, മേജർ 2, അതായത് മേജർ 1 അനലൈറ്റിക്കൽ ടൂൾ ഫോർ എക്കണോമിക്സ്, മേജർ 2 എവല്യൂഷൻ ഓഫ് എക്കണോമിക് തിയറീസും 2 മൈനർ വിഷയങ്ങളും ഞാൻ ഓൺലൈനിൽ കൂടെയാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 10-നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ നോട്ട്സ്, ഇപ്പോൾ എല്ലാ വിഷയത്തിൻ്റെ നോട്ട്സും അതേപോലെ റെക്കോർഡ് ക്ലാസ്സസും നിങ്ങൾക്ക് എക്സാം വരെ അവൈലബിൾ ആവും കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ഈ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് തിയറീസ് എന്നാലേ? അപ്പോൾ എക്കണോമിക് തിയറീസിൻ്റെ വികാസം അല്ലെങ്കിൽ ചരിത്രം, അതായത് എങ്ങനെയാണ് എക്കണോമിക് തിയറീസ് ഉണ്ടായത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് കേട്ടോ. അതായത് ഇതിൽ ഒരുപാട് തിയറീസാണ്, എക്കണോമിക്സിനെ പറ്റി ഒരുപാട് തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റത്തെ മൊഡ്യൂൾ നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണ് നമുക്കൊന്ന് നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളാണ് പീപ്പിൾ ആൻഡ് മാർക്കറ്റ്, മാർക്കറ്റ് മെക്കാനിസം, കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് യൂട്ടിലിറ്റി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മാർക്കറ്റിൽ എന്താണ് ഒരു ഇൻവിസിബിൾ ഹാൻഡ്, അപ്പോൾ അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണ് നോക്കാനുണ്ട്. അപ്പോൾ ഫ്രം മെർക്കൻറ്റിലിസം ടു മാർക്കറ്റ് എക്കണോമി, ഒരു വ്യാപാരത്തിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് എക്കണോമിയിൽ എത്തി എന്നതിനെ പറ്റി നോക്കാനുണ്ട്. അപ്പോൾ മെർക്കൻറ്റിലിസത്തിൽ നിന്ന് മാർക്കറ്റ് എക്കണോമിൻ്റെ ഹിസ്റ്ററിയാണ് ഇനി നമുക്കിതിൽ നോക്കാനുള്ളത്. പിന്നെ മോണോപോളിക്സ് ആൻഡ് ദ കോർണോട്ട് പോയിന്റ്, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, കൈൻഡ് ഓഫ് മോണോപോളി, പിന്നെ അതിൻ്റെ ഡിമാൻഡ്, റവന്യൂ ആൻഡ് പോസ്റ്റ്, അപ്പോൾ കർവ്, ഇത്രയും കാര്യങ്ങൾ മോണോപോളിക്സ് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഫ്രം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ടു ഡൈനാമിക് കോമ്പറ്റീഷൻ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഡൈനാമിക് കോമ്പറ്റീഷനിൽ എത്തിയെന്ന് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ പോളിസീസ് ആണ്. അപ്പോൾ 2 പോളിസീസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? അപ്പോൾ ഹാർഡ്വേർഡ് സ്കൂളും പിന്നെ അതേപോലെ ചിക്കാഗോ സ്കൂളിനെ പറ്റി നമുക്ക് നോക്കണം. പിന്നെ നാച്ചുറൽ മോണോപോളിക്സ് ആൻഡ് ദ ഗവൺമെൻറ് മാർക്ക് അസസ് വേരിയേഴ്സ് നോക്കാനുണ്ട്. ഇനി നോക്കാനുള്ളത് കുറച്ച് തിയറീസ് ആണ്. ആൽഫർഡ് മാഷ്ലോൻ്റെ സിസർ തിയറം, പിന്നെ ദ ലോ ഓഫ് ലാർജ് സ്കെയിൽ, അതായത് എക്കണോമിക് സ്കെയിലും അതിൻ്റെ ഡിസ് എക്കണോമിക് സ്കെയിലും നമുക്ക് നോക്കണം. പിന്നെ ടാർഗോട്ട് ലോ ഓഫ് റിട്ടേൺസ്, അപ്പോൾ ടാർഗോട്ട് ലോ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിക്കാണ് നോക്കാനുണ്ട്. പിന്നെ നോക്കാനുള്ളത് ട്രേഡ് മാർജിൻസ് ആൻഡ് സ്പെക്കുലേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സ് നോക്കാനുണ്ട്. പിന്നെ ഫയർ പ്രൈസസ് ആൻഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ടു മാർക്കറ്റ് എന്താണ് ഡീറ്റെയിൽ ആയി നോക്കാനുണ്ട്. പിന്നെ ബാക്കി ലാസ്റ്റ് ഫുള്ളും തിയറീസ് ആണ്. ദ ക്ലാസിക്കൽ പാരഡോക്സ് ഓഫ് വാല്യൂ, അത് മാർഷലിൻ്റെ ആണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കണം. പിന്നെ ഗോസൻ ലോസ് ആണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ, 3 ലോസ് ആണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ എന്താണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അപ്പോൾ എന്താണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റിയും പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വെച്ച് കണക്ട് ചെയ്ത് കണ്ട് പഠിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റത്തെ മെറിറ്റ് ഗുഡ്സിനൊക്കെ പറ്റിയാണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണ്ട് നോക്കാനുള്ളത്. ഇനി ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് നോക്കാം. ഇൻവിസിബിൾ ഹാൻഡ് എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ, അവർ ഉൽപ്പാദിപ്പിക്കുന്നതും സാധനം വാങ്ങുന്നതും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കാണ്. എന്നാൽ ഇത് എങ്ങനെ സമൂഹത്തിന് എങ്ങനെ ഗുണകരമായി വരുന്നത് എന്നതാണ് ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിക്കാണ്ട് നോക്കാം. ദ ഐഡിയ ഓഫ് ദ ഇൻവിസിബിൾ ഹാൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആദം സ്മിത്ത് ഇൻ ഹിസ് ഫേമസ് ബുക്ക് ഇൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ ആദം സ്മിത്ത് ആണ് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ഇൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോഴ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്കിലാണ് ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. It is a metaphor that explains how people, while working for their own self-interest, unintentionally help improve the overall well-being of society and ensure that resources are used efficiently.
അതായത് ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആണ്. അതായത് മെറ്റഫർ എന്ന് പറയുന്നത് ഒരു ഉപമയാണ്. അതായത് എന്താണ് ഉപമിക്കുന്നത്? അതായത് ഇപ്പൊ ഒരു ബയ്യർ ആയിക്കോട്ടെ, സെല്ലർ ആയിക്കോട്ടെ, അവർ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്. അപ്പൊ ഓരോ വ്യക്തികളുടെയും അപ്പൊ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻകം കൂട്ടാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തികളും മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതല്ലേ. അത് സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി. അപ്പൊ അതിലൂടെ നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് മെച്ചമുണ്ട് എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്ടോ. In this system, both consumers and producers are motivated by their own self-interest. അതായത് ഈ ഒരു സിസ്റ്റം വെച്ച് കൺസ്യൂമറും അതേപോലെ പ്രൊഡ്യൂസറും അവരുടെ ലക്ഷ്യം എന്താണ് അതിനു വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു കൺസ്യൂമേഴ്സിന് എടുക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് എയിം ടു മാക്സിമം ദെയർ സാറ്റിസ്ഫിക്കേഷൻ ഓർ യൂട്ടിലിറ്റി ഇറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അതായത് കുറഞ്ഞ വിലക്കും അതേപോലെ ആ സംതൃപ്തി ലഭിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കും ആര് ഫോക്കസ് ചെയ്യുക? കൺസ്യൂമർ ഫോക്കസ് ചെയ്യലല്ലേ. അത് കുറഞ്ഞ വിലക്ക് നല്ല സാധനം കിട്ടാനായിരിക്കും ഒരു കൺസ്യൂമർ അതായത് ഒരു ബയ്യർ നോക്കല്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എയിം ടു മാക്സിമം ദയർ പ്രോഫിറ്റ്. അപ്പോൾ ഒരു സെല്ലറിനെ സംബന്ധിച്ച് എന്താണ് അതിൽ നോക്കല്? എങ്ങനെ എൻ്റെ പ്രോഫിറ്റ് കൂട്ടാം എന്നാണ് ആ ഒരു സെല്ലർ ചിന്തിക്കല് ട്ടോ. According to the classical economics, when individuals achieve their own goals, they are guided by the invisible hand that lead to possible outcome for society. അതായത് അപ്പോൾ ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകാർ പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി സ്വയം താല്പര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മുടെ സമൂഹത്തിന് ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്തും അതേപോലെ വെൽത്തും ഒക്കെ ആ ഒരു ഇൻവിസിബിൾ ഹാൻഡ് വഴി കിട്ടുന്നുണ്ട് എന്നാണ് എക്കണോമിസ്റ്റുകാരൊക്കെ പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളിൽ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു വിൽപ്പനക്കാരനെ എടുക്കാം. എന്തിനാണ് അയാൾ ബ്രെഡ് ഉണ്ടാക്കുന്നത്? ലാഭം കിട്ടാൻ വേണ്ടിയാണല്ലേ. അപ്പോൾ ആദ്യം അയാൾ എന്താ ചെയ്യേണ്ടത്? ബ്രെഡ് ഉണ്ടാക്കണം. പിന്നെ അതിന് വേണ്ടി ആളുകൾക്ക് തരാൻ പറ്റിയ വിലക്ക് അതെന്താക്കണം? വിൽക്കണം. അപ്പോൾ അത് വലിയ വിലക്കോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ബ്രെഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെന്താവും? അത് മേടിക്കാൻ വരുന്ന ബയേഴ്സൊക്കെ എന്താവും? വേറെ ഷോപ്പിലേക്ക് പോവല്ലേ. അതുകൊണ്ട് സക്സസ് ആവാന് ബേക്കറി അല്ലെങ്കിൽ ആ ഒരു ബ്രെഡ് വിൽക്കുന്ന ആള് നല്ല കറക്റ്റായ നിലവാരമുള്ള ബ്രെഡ് കൊടുക്കണം. അപ്പം അങ്ങനെ സെൽഫ് ഇൻട്രസ്റ്റിലൂടെ സൊസൈറ്റി മൊത്തത്തിലുള്ള പരിശ്രമത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ എന്നതാണ് എന്ത്? അപ്പൊ ഇതാണ് ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് എന്താ കിട്ടേണ്ടത്? ലാഭം കിട്ടണം. അപ്പൊ വാങ്ങുന്ന ആളെ സംബന്ധിച്ച് അപ്പൊ റേറ്റ് കുറവില്ല പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആവണം. അപ്പൊ ഇത് എന്താണ്? ഈ രണ്ട് കാര്യം നല്ല രീതിയിൽ നടക്കാണ് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് കിട്ടുമെന്നാ പറയണത്? അപ്പൊ ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. അതായത് നമ്മുടെ രാജ്യം ഉയരുമെന്നാണ് ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് നല്ലോണം മനസ്സിലായി എന്ന് വിചാരിക്കണ്ടേ. ഇനി ആദം സ്മിത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇനി പറയാനുള്ളത്. ഇനി സ്മിത്തിന്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ലേസിയർ ഫയർ മാർക്കറ്റ് ആണ് അദ്ദേഹം നല്ലത് എന്ന് പറയുന്നത്. അതായത് മിനിമൽ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്. അത് ചെറിയ രീതിയിൽ മാത്രം ഗവൺമെന്റ് ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ ഒരു വ്യക്തി മാർക്കറ്റ് നടത്തും എന്ന രീതിയാണ് നല്ലത്. എന്നാൽ മാർക്കറ്റ് ഉയരൂ എന്നാണ് സ്മിത്തിന്റെ കൺസെപ്റ്റ് കേട്ടോ. പക്ഷെ ചില ടൈമിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻക്വാളിറ്റി അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ എന്താവണം? ഗവൺമെന്റ് ഇടപെടും വേണമെന്ന് സ്മിത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻവിസിബിൾ ഹാൻഡിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയാണ് ഇതിന്റെ മെയിൻ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നത്, മെർക്കന്റലിസം. അപ്പൊ ഫസ്റ്റ് എന്താണ് മെർക്കന്റിലിസം എന്ന് ചുരുക്കി പറയാം. അപ്പൊ മെർക്കന്റിലിസം എന്നാൽ ഒരു പ്രധാനപ്പെട്ട തിയറി ഓഫ് ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. അതായത് ബാലൻസ് ഓഫ് ട്രേഡിനെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മെർക്കന്റിലിസം. അപ്പൊ മെർക്കന്റിലിസുകാർ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആണ്. അവർ ഇംഗ്ലണ്ടും യൂറോപ്പിന്റെ ഭാഗത്തും 16-18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് മെർക്കന്റിലിസുകാർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലീഡിംഗ് മെർക്കന്റിലിസുകാർ ആണ് സർ വില്യം പെറ്റി, റിച്ചാർഡ് കാൻഡിയൻ ആൻഡ് ഡേവിഡ് ഹോം. മെർക്കന്റിലിസം ക്ലിയർ ആയി പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടിലൂടെയാണ് എന്നാണ് പറയുന്നത്.
അതായത് റോബിൻസൺ ആൻഡ് ഈറ്റ്വെൽ വിശ്വസിച്ചത് ഗോൾഡും മറ്റു പ്രീഷ്യസ് ആയിട്ടുള്ള, അതായത് വില കൂടിയതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വെൽത്തിന് ആവശ്യമുള്ളത് എന്നാണ് വിശ്വസിച്ചത്. അതായത് ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനേക്കാൾ കൂടുതലാവുന്നത് അതാണ് നല്ലത് എന്നാണ്. അപ്പോൾ മെർക്കന്റിലിസുകാർ ബാലൻസ് ഓഫ് ട്രേഡിനെയാണ് നല്ലത് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ട് നല്ലതല്ല എന്നും എക്സ്പോർട്ട് ആണ് നല്ലത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ആദം സ്മിത്ത് അതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ വെൽത്തിന് ആവശ്യം ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രീ ട്രേഡിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ്. അതായത് വളരെ ചുരുക്കി പറഞ്ഞാൽ മെർക്കന്റിലിസുകാർ ഗോൾഡ് ആൻഡ് സിൽവർ ആൻഡ് വില കൂടിയ വസ്തുക്കൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അല്ലാതെ എക്സ്പോർട്ട് കൂട്ടുകയും അതേപോലെ ഇമ്പോർട്ട് കുറയ്ക്കാനുമാണ് മെർക്കന്റിലിസുകാർ പറഞ്ഞത്. എന്നാലേ നമ്മുടെ രാജ്യത്തിന് ലാഭം ഉണ്ടാവൂ എന്നതാണ്. അപ്പോൾ ഇതാണ് മെർക്കന്റിലിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നോക്കുന്നത്. ഇനി ബാക്കി ഇതിൻ്റെ പോർഷൻസും എല്ലാ മൊഡ്യൂളും നോട്ട്സ് അതേപോലെ റെക്കോർഡ് ക്ലാസ്സസും ഒക്കെ ഞാൻ ഓൺലൈൻ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുകൊണ്ട് അതിൻ്റെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ നമ്പർ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.